നമസ്കാരം. കങ്കണ റണൌത്തിന്റെ വിവാദ ചിത്രമായ എമർജൻസിക്ക് വർദ്ധിച്ചു വരുന്ന ഭീഷണികളെ തുടർന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അനുമതി നൽകുന്നത് തടഞ്ഞിരിക്കുകയാണ്. സെപ്റ്റംബർ 6-ന് റിലീസ് ചെയ്യാനിരിക്കുന്ന ചിത്രത്തിന് ഇതുവരെ CBFCയിൽ നിന്ന് പച്ചക്കൊടി ലഭിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ റണൌത്ത് അനുമതി ലഭ്യമായില്ലെന്ന വാർത്ത സ്ഥിരീകരിച്ചു. ഞങ്ങളുടെ അടിയന്തരാവസ്ഥ എന്ന ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചതായി അഭ്യൂഹങ്ങളുണ്ട്, എന്നാൽ അത് ശരിയല്ല. വാസ്തവത്തിൽ ഞങ്ങളുടെ സിനിമയ്ക്ക് നേരത്തെ അനുമതി നൽകിയിരുന്നു. പക്ഷേ തുടർന്നു വന്ന നിരവധി ഭീഷണികൾ കാരണം സർട്ടിഫിക്കേഷൻ നിർത്തിവെച്ചിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് നിർത്തിവെക്കാൻ സമ്മർദ്ദം ചെലുത്തിയാണ് ഭീഷണി ഉയർന്നിരിക്കുന്നത്. ഭീഷണികൾ ഉയർന്നത് റണാവത്തിനെ ലക്ഷ്യമിട്ട് മാത്രമല്ല, CBFC അംഗങ്ങളെ ലക്ഷ്യമിട്ടും വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകം, ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാലയുടെ ചിത്രീകരണം, പഞ്ചാബ് കലാപം തുടങ്ങിയ സുപ്രധാന ചരിത്ര സംഭവങ്ങൾ ചിത്രീകരിക്കരുതെന്ന് കടുത്ത സമ്മർദ്ദമുണ്ടെന്ന് വെളിപ്പെടുത്തിയ കങ്കണ നിലവിലെ സാഹചര്യത്തിൽ നിരാശ പ്രകടിപ്പിച്ചു. സിനിമയുടെ കാര്യത്തിൽ ഒരു അനിശ്ചിതത്വമുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇത് തികച്ചും അവിശ്വസനീയമായ സമയമാണ്. ഈ രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ ഞാൻ ഖേദിക്കുന്നു എന്നും വീഡിയോ സന്ദേശത്തിൽ കങ്കണ ആശങ്ക രേഖപ്പെടുത്തി. താനും തന്റെ ടീമും നേരിടുന്ന വെല്ലുവിളികൾ ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് റണൌത്ത് തന്റെ വീഡിയോ സന്ദേശം പൂർത്തിയാക്കുന്നത്. സിനിമയുടെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് ശിരോമണി അകാലിദൾ CBFCക്ക് വക്കീൽ നോട്ടീസ് നൽകിയതോടെയാണ് വിവാദം വഴിത്തിരിവിലെത്തിയത്. സിനിമ വർഗീയ സംഘർഷങ്ങൾക്ക് കാരണമാവുകയും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുമെന്ന ആശങ്ക അകാലിദൾ ഉന്നയിച്ചു. ഇത്തരം ചിത്രീകരണങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് മാത്രമല്ല, പഞ്ചാബിന്റെയും മുഴുവൻ രാജ്യത്തിന്റെയും സാമൂഹിക ഘടനയെ ആഴത്തിൽ ബാധിക്കുന്നതും ദോഷകരവുമാണ് എന്നാണ് SAD നൽകിയ നോട്ടീസിൽ പറയുന്നത്. അടിയന്തരാവസ്ഥയുടെ വിഷയം യഥാർത്ഥ രാഷ്ട്രീയമോ ചരിത്രപരമോ ആയ വിവരണത്തിനല്ല, മറിച്ച് സിഖ് സമുദായത്തെ ലക്ഷ്യം വെക്കാനുള്ള മാർഗമായാണ് റണൌത്ത് ഉപയോഗിക്കുന്നതെന്ന് പാർട്ടി ആരോപിച്ചു. SADയെ പ്രതിനിധീകരിച്ച് അഭിഭാഷകൻ മഞ്ജീത് സിംഗ് ചുഗ് സിനിമയ്ക്ക് നൽകിയ സർട്ടിഫിക്കേഷൻ ഉടനടി പിൻവലിക്കാനും അതുവഴി റിലീസ് തടയാനും CBFCയോട് ആവശ്യപ്പെട്ടു. ചിത്രത്തിന് വർഗീയ വിദ്വേഷം വളർത്താനും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനും കഴിയുമെന്ന് വാദിച്ചു. സംസാര സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിനും നമ്മുടെ സമൂഹത്തിന്റെ ഐക്യത്തിന് ഭീഷണിയാകുന്ന വിദ്വേഷകരമായ ഉള്ളടക്കത്തിന്റെ പ്രചാരണത്തിനുമിടയിൽ കട്ടിയുള്ള ഒരു രേഖ വരയ്ക്കണം എന്നും അഭിഭാഷകനായ ചുഗ് കൂട്ടിച്ചേർത്തു. സിനിമയുടെ റിലീസ് വിവാദമായതോടെ പോലീസ് സംരക്ഷണം തേടിയിരിക്കുകയാണ് കങ്കണ. തന്ത്രപ്രധാനമായ ചരിത്ര സംഭവങ്ങളുടെ ചിത്രീകരണത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്ക് ആക്കം കൂട്ടിയതോടെ റിലീസ് തീയതി അടുക്കുംതോറും ചിത്രത്തിന്റെ വിധി അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ശിരോമണി ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റി ഉൾപ്പെടെ നിരവധി സംഘടനകൾ ചിത്രം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അടിയന്തരാവസ്ഥ ഒരു സിഖ് വിരുദ്ധ വിവരണം പ്രചരിപ്പിക്കുകയും സിഖ് സമൂഹത്തെ വിഘടനവാദികളായി തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് അവരുടെ വാദം. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ശക്തയായ സ്ത്രീകളിൽ ഒരാളായ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായ 1975 അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ചിത്രം എന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. ഇതിനിടെ ബോളിവുഡ് നടിയും BJP MP-യുമായ കങ്കണ റണൌത്ത് നായികയായെത്തുന്ന ചിത്രം എമർജൻസിയുടെ നിരോധനം പരിഗണിച്ച് തെലങ്കാന സർക്കാർ രംഗത്തു വന്നു. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് സിനിമ നിരോധിക്കുന്നത് പരിഗണിക്കുമെന്ന് സിഖ് സമുദായത്തിന് ഉറപ്പു നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് നിയമവിദഗ്ധരുമായുള്ള കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഉപദേഷ്ടാവ് മുഹമ്മദ് അലി ഷാബിർ പറഞ്ഞു. IPS ഓഫീസർ തേജ്ദീപ് കൗറിന്റെ നേതൃത്വത്തിലുള്ള തെലങ്കാന സിഖ് സൊസൈറ്റി അംഗങ്ങൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഈ ആവശ്യം ഉന്നയിച്ചുവെന്നാണ് വിവരം. 18 അംഗ സംഘമാണ് പരാതി ഉന്നയിച്ചത്. സിഖ് സമുദായത്തെ വികലമായി ചിത്രീകരിക്കുന്ന രീതിയിൽ ആശങ്കയുണ്ടെന്നാണ് ഇവർ പറയുന്നത്. സിഖുകാരെ ഭീകരരും ദേശവിരുദ്ധരുമായാണ് ചിത്രീകരിക്കുന്നതെന്ന് സംഘടന ആരോപിക്കുന്നു. അതിനാൽ സിനിമ നിരോധിക്കുന്നത് പരിഗണിക്കണമെന്ന ആവശ്യമാണ് മുഖ്യമന്ത്രിക്ക് മുമ്പാകെ ഇവർ ഉന്നയിച്ചത്. സി സ്റ്റുഡിയോസും മണികർണിക ഫിലിംസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. അനുപം ഖേർ, മഹിമ ചൗധരി, മിലിന്ദ് സോമൻ, മലയാളി താരം വിശാഖ് നായർ, അന്തരിച്ച നടൻ സതീഷ് കൗശിക് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഹൃദേശ് ഷാ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ സംഗീതം സഞ്ജിത് ബൽഹാരയാണ്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് എമർജൻസിയുടെ റിലീസ് മാറ്റിവെച്ചിരുന്നു. പുതുക്കിയ റിലീസ് തീയതിയാണ് ഇപ്പോൾ അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. വിവാദ ചിത്രം വെള്ളിത്തിര കാണുമോ എന്ന് കാത്തിരുന്നു കാണാം.